നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. അങ്ങനെ ഈ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഇറാന് US നേരിട്ട് ആക്രമണം നടത്തി എന്നുള്ളതാണ്. യുദ്ധം 10-ാം ദിവസം പിന്നിടുമ്പോൾ ഇറാനെ ആക്രമിക്കാൻ 2 ആഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കും എന്നറിയിച്ച ട്രംപ് അല്ലെങ്കിൽ USA ഇറാനെ നേരിട്ട് ആക്രമിക്കുകയും ഇറാൻ്റെ ഫെർദോ SR ആണവ നിലയങ്ങളിൽ കേടുപാടുകൾ വരുത്തിയെന്ന് US അവകാശപ്പെട്ടു. ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ US നേരിട്ട് ആക്രമണം നടന്നു. ഇറാനെ ആക്രമിക്കുന്ന ഏത് രാജ്യവും ഇറാൻ്റെ ശത്രു രാജ്യമാകുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സെയിം ടൈം ട്രംപ് ഇറാനെ വീണ്ടും ത്രട്ടൺ ചെയ്തു. യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വരുമെന്ന് അറിയിച്ചു. ഇത് നിങ്ങൾ ഓൾറെഡി തന്നെ പേപ്പറുകളിലും മറ്റ് മാധ്യമങ്ങളിലും അറിഞ്ഞു കാണുന്ന ന്യൂസുകളാണ്. ഇനി ഇത് മാർക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യം ലോകത്തിലെ തന്നെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ 9-ാം സ്ഥാനമാണ് ഇപ്പോൾ ഇറാനുള്ളത്. 157 ബില്യൺ ബാരൽ കപ്പാസിറ്റിയാണ് ഇറാനുള്ളത്. അത് ഗൾഫ് റീജിയണിൽ, അതായത് ഗൾഫ് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഓയിലിൻ്റെ 24% ഇറാനിൽ നിന്നാണ് വരുന്നത്. അതുമാത്രമല്ല, വേൾഡ് റാങ്കിങ്ങിൽ ഇറാന് 12-ാമത്തെ സ്ഥാനമുണ്ട്. ഇനി വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ ഈ ഇറാനാണ് മുൻപന്തിയിലുള്ളത്. സെയിം ടൈം ഇത് ഇറാൻ്റെ അധീനതയിലുള്ള ഹോർമുസ് കടലെടുക്ക് വഴിയാണ് ഈ രാജ്യാന്തര ക്രൂഡ് ഓയിലെല്ലാം തന്നെ വിതരണം നടത്തുന്നത്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ ഹോർമുസ് കടലെടുക്ക് വഴി വിതരണം നടത്തുന്ന ഈ ക്രൂഡ് ഓയിലിൻ്റെ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 20% ഇറാൻ്റെ ഹോർമസ് കടലെടുക്ക് വഴിയാണ് നടത്തുന്നത്. അപ്പോൾ അതാണ് മറ്റൊരു ഇഷ്യൂ ഉള്ളത്. ഇനി വേറൊരു പ്രോബ്ലം ഉള്ളത് ഈ ഒരു മറൈൻ ഇൻഷുറൻസ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ 2 ഷിപ്പുകളെല്ലാം തന്നെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ ഈ ഒരു ഹോർമസ് കടലെടുക്ക് വഴി ആണ് ഗ്ലോബലി നടക്കുന്ന ഈ ഒരു കയറ്റുമതിയുടെ അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൻ്റെ 20% ഈ ഒരു ഹോർമസ് കടലെടുക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ മറൈൻ ഇൻഷുറൻസ് കമ്പനികൾ ഇവരുടെ പ്രീമിയം ഇൻക്രീസ് ചെയ്യാനായിട്ട് നിർബന്ധിതരാകും. അത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ കമ്മോഡിറ്റി പ്രൈസ് എല്ലാം തന്നെ ഉയരാനായിട്ടുള്ള ഒരു സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ നമ്മൾ ഏകദേശം ഒരു 88% ക്രൂഡും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. സെയിം ടൈം ഇറാനിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നില്ല. കാരണം ഇറാന് USA ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു ഉപരോധം ഏർപ്പെടുത്തിയ ആ ഒരു നാൾ മുതൽ ഇന്ത്യ ഇറാനിൽ നിന്ന് നേരിട്ട് ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നില്ല. അതൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യ ചെയ്യുന്നത് എവിടുന്ന 40% റഷ്യയിൽ നിന്നാണ്, റിമൈനിങ് 40% മറ്റുള്ള അറബ് റീജിയനിൽ നിന്നാണ്. പക്ഷേ നമുക്കൊരു പ്രശ്നമുള്ളത്, നമ്മളുടെ GDP ഫോർകാസ്റ്റ് വളരെ റീസെൻ്റായിട്ട് RBI പ്രഖ്യാപിച്ച 6.2 GDP ഫോർകാസ്റ്റ് നമുക്ക്, അല്ലെങ്കിൽ ഗ്ലോബലി മറ്റുള്ള IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഈ ഒരു GDP ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ക്രൂഡ് പ്രൈസിൻ്റെ നിലവിലുള്ള $70 പെർ ബാരൽ എന്ന നിലക്കാണ്. അപ്പോൾ ഇന്ത്യ ഇറാനിൽ നിന്ന് ക്രൂഡ് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഈ ഗ്ലോബലി തന്നെ ഏറ്റവും കൂടുതൽ 20% നിയർലി ക്രൂഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഇറാൻ ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഗ്ലോബലി ക്രൂഡിൻ്റെ പ്രൈസ് ഉയരും. അപ്പോൾ അത് ഇന്ത്യയിലും ഈ 80% ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് അത് അധിക ബാധ്യത ചിലവാകും. അപ്പോൾ ഈ 6.7 എന്ന് പറയുന്നത് അതിലൊരു മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ നമ്മുടെ ഇൻഫ്ലേഷൻ 4% ആണ്. അപ്പോൾ നിലവിലുള്ള ക്രൂഡ് പ്രൈസിൻ്റെ ഒക്കെ അനുസരിച്ചാണ് ഇൻഫ്ലേഷൻ ഉള്ളത്. ക്രൂഡ് മാറുമ്പോൾ നമുക്കറിയാം എല്ലാത്തിൻ്റെയും വില മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർനാഷണലി ക്രൂഡ് ഉയരുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയാണ്. ഇനി ഈ ഒരു യുദ്ധം ആരംഭിച്ച 10 ദിവസം മുമ്പ് നമ്മളുടെ ഇന്ത്യ വിക്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു നിയർലി 20 ആയിരുന്നു. ഇന്ത്യ വിക്സ് ക്രാഷ് ചെയ്തു 13, US വിക്സ് ക്രാഷ് ചെയ്തു 13. അപ്പോൾ ഈ വിക്സ് ക്രാഷ് ചെയ്ത അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇനി വിക്സ് അപ്പാവുമ്പോൾ പ്രീമിയംസ് എല്ലാം തന്നെ ഉയരും. അത് മാർക്കറ്റിൽ വളരെയധികം ജിറ്ററി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. ഇനി ഇതിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം യൂറോപ്യൻ യൂണിയൻ, എസ്പെഷ്യലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എല്ലാം തന്നെ കെയർ സ്റ്റാമർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുമെന്നുള്ളൊരു ന്യൂസ് ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയത്. ഇനി അവരുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ വരികയാണെങ്കിൽ
മാത്രം നമുക്ക് ആശ്വസിക്കാം. നമ്മളുടെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ FIIസും DIIസും 5 ദിവസം മാർക്കറ്റ് ഉണ്ടായിരുന്നു. 4 ദിവസം FIIs ബൈ ചെയ്തു, 4 ദിവസം DIIs ബൈ ചെയ്തു. കനത്ത ബൈയും കാരണമാണ് നിഫ്റ്റി ഫോൾ ആവാതെ 25,000-ന് മുകളിലെല്ലാം തന്നെ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളൊരു ഓവറോൾ പിക്ചർ. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും ഫ്ലാറ്റ് ആയിരുന്നു. 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആയിരുന്നു. കാരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. യൂറോപ്യൻ യൂണിയൻ ഇടപെട്ട് യുദ്ധം കുറച്ചേക്കുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇനി അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ US-ൽ നിന്ന് സർവീസ് മാനുഫാക്ചറിംഗ് PMI ഇന്ത്യൻ സമയം 7:15, 24-ാം തീയതി കൺസ്യൂമർ കോൺഫറൻസ് 7:30, അതുപോലെ ഇന്ത്യയുടെ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI 10:30 AM. ഡേറ്റുകൾ കൃത്യമായിട്ടുണ്ട്. ജൂൺ 25-ാം തീയതി ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ടൈം അപ്പുറം കൊടുത്തിട്ടുണ്ട് 8 PM. US-ലെ GDP 26-ാം തീയതിയാണ് വരുന്നത്, US GDP. അതുപോലെ തന്നെ ജൂൺ 27-ാം തീയതി ക്രൂഡ് പ്രൈസ് കോർ PCE പ്രൈസ് ഇൻഡെക്സ് വരുന്നുണ്ട്, ഫ്രഞ്ച് CPI വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ US-ലെ GDP ഡേറ്റയാണ് ഈ ഒരു ആഴ്ചയിലുള്ളത്. പ്രധാന ഇവൻറ്റ് കൂടാതെ തന്നെ കൺസ്യൂമർ കോൺഫറൻസ് ഡേറ്റ ജൂൺ 24-ാം തീയതിയുണ്ട്. അതാണ് ഗ്ലോബലി ഉള്ള അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഈവൻറ്റ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. ആദ്യമുള്ളത് IT കമ്പനീസാണ്. കഴിഞ്ഞ ദിവസമാണ് ഗ്ലോബലി അല്ലെങ്കിൽ US-ലുള്ള ഏറ്റവും വലിയ IT കമ്പനി ആയിട്ടുള്ള അസെഞ്ചറിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നത്. അവരുടെ റവന്യൂ ഗ്രോത്ത് ഫോർകാസ്റ്റ് 6 to 7% ആക്കിയിട്ടുണ്ട്. അത് നിലവിലുള്ള ഗ്രോത്ത് ഫോർകാസ്റ്റിൽ നിന്നും ഉയർന്ന നിരക്കായതുകൊണ്ട് തന്നെ ഇന്ത്യൻ IT കമ്പനീസ് വളരെയധികം ഇപ്പോൾ റിസൾട്ടുകളെല്ലാം തന്നെ ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഈ ജൂലൈ മിഡോട് കൂടിയിട്ട് റിസൾട്ടുകളെല്ലാം തന്നെ വരികയാണ്. അപ്പോൾ IT കമ്പനീസ് ഫോക്കസ് ആവും. HAL യുദ്ധം മുറുകയാണ്. HALന് ഓർഡർ കിട്ടി 511 കോടി രൂപയുടെ. അതുപോലെ തന്നെ BEL അടുത്ത ഒരു ഡിഫൻസ് സെക്ടറുള്ള ഒരു കമ്പനി, അവർക്ക് മിസൈൽ 585 കോടി രൂപയുടെ കവറിംഗ് മിസൈൽ ഫയർ കോൺട്രാക്റ്റ് കിട്ടി. അതുപോലെ വാരീസ് റിന്യൂവബിൾ കമ്പനിക്കും 246 കോടി രൂപയുടെ ഓർഡറുകൾ കിട്ടിയെന്നുള്ള ന്യൂസ്. ഐഡിയ കമ്പനി ഇവരുടെ കസ്റ്റമർ ഇനി കമ്മിങ് ഡേയ്സിലെല്ലാം തന്നെ ഉയരുമെന്ന് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കമ്പനി സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കമ്പനിയായിട്ടൊക്കെ ധാരണയായത്. സോഡിയാക് എനർജി കമ്പനി ഗുജറാത്തിലൊരു പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ കമ്പനി ധാരണയായി. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി ചെന്നൈയിൽ അവരുടെ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. ലെമൺ ട്രീ ഹോട്ടൽ കമ്പനി ഉത്തർപ്രദേശിൽ പുതിയൊരു ഹോട്ടൽ കമ്പനി ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. പ്രധാന ന്യൂസ് ഇതാണ്. യുദ്ധത്തിൽ USA നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ്. വളരെയധികം കോഷ്യസായിട്ട് തന്നെ നിലകൊള്ളാൻ ശ്രമിക്കുക. നാളെ രാവിലെ കാണാം. താങ്ക് യു ഓൾ.